ഇതാണ് എന്റെ പെട്ട വെട്ടുകാട് ബെൽസൻ. വത്സനോ? ഏത് വത്സൻ? അയ്യോ, നീ മോളുടെ കൂടെ കാറ് പോയിരുന്നേ. ഈ വത്സനെ നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? വിളിക്കാൻ പെട്ട വത്സേട്ടാ. ഓ ബെൽസേട്ടൻ. ഭാഗ്യം ജീവനുണ്ട്, കാറ്റ് പോയിട്ടില്ല. ആരപ്പെട്ടാ ഒന്നും നോക്കട്ടെ, ആശുപത്രി കൊണ്ടുവാ. ഒന്നും ബാക്കി വെക്കുന്ന ശീലം ആലോചിച്ചില്ലടാ അവന്റെ ഒരു കരാട്ട. എങ്ങനെയുണ്ട് അതിന്റെ പേട്ട? ഞാൻ പൊളിച്ചില്ലേ? നാടല്ലേ മോളെ, ഈ രാജ്യം തന്നെ വിട്ടു പോകേണ്ടി വരും. എന്റെ പേട്ടാ നമ്മള് അവനായിട്ടല്ലേ പോണേ? അതെ, അവനോടായിരിക്കും അവർക്ക് ഏറ്റവും കലിപ്പ്. അവന്റെ അടിയിലാണല്ലോ അയാളുടെ ബോധം പോയത്. ശരിയാ. ബോധോ? എന്റെ പേട്ട ഇത് ആരുടെ കാര്യമാ പറയുന്നേ? അലോഷിന്റെ. അലോഷിന്റെ കാര്യമല്ല, ഞാൻ നമ്മുടെ വണ്ടിയുടെ കാര്യം പറയണേ. ബെൻസൂട്ടിന്റെ. അവനെ വിട്ടിട്ട് പോകാനാണ് ഞാൻ വരില്ല. ഓ ദൈവമേ, ഇങ്ങനൊരു വണ്ടിപ്രാന്തൻ. നിനക്കൊക്കെ അത് പറയാം. നമ്മളെ കിട്ടിയില്ലെങ്കിൽ ആ ദേഷ്യം മൊത്തം അവർ വണ്ടിയിലായിരിക്കും തീർക്കുന്നത്. നമ്മുടെ വണ്ടി അവന്മാരെ തല്ലി തകർത്ത് കളയും. അവന്റെ ഒരു വണ്ടി, ആ തെണ്ടി അവിടെ. എന്തോ? നീ അല്ലടാ അലോഷ്. എവിടെ അലോഷേ? ഞാൻ ഇവിടെ ഉണ്ട്. അവസാനമായിട്ട് ചാളക്കറിയും കൂട്ടി കുറച്ച് ചോറ് കഴിക്കുക. ഇനി ചിലപ്പോ കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ? ചാകാൻ പോണ നേരത്താണോ നിന്റെ ചാളക്കറി? ചാളമേരി എന്തി? അല്ല, ചാള എന്തി? മേരി ചേച്ചി അതുകൊണ്ട് ചേച്ചി ആ, ഞാൻ റെഡിയായി. പക്ഷെ കഴുത്തിലൊന്നും ഇല്ലാത്തോണ്ടേ ഒരു സുഖമില്ല. ആ തെണ്ടികള് പൊട്ടിച്ചോണ്ട് പോയത് കണ്ട മുക്കൊണ്ടാന്ന് പറയത്തേ ഇല്ലായിരുന്നു. മുക്കുപണ്ടോ? ഒരു മുക്കുപണ്ട് പൊട്ടിച്ചോണ്ട് പോയതിനാണോടി നീ ഇങ്ങനെ കിടന്ന് കാറിയത്? കള്ളന്മാരെ മാല പൊട്ടിക്കാൻ വരുമ്പോ അയ്യോ എന്റെ മുക്കുപണ്ടം പോയേ, അയ്യോ എന്റെ മുക്കുപണ്ടം പോയേ എന്ന് പറഞ്ഞു കിടന്ന് കാറാൻ പറ്റുവാ? പിന്നെ നമ്മുടെ ദാരിദ്ര്യം എന്തിനാ നാട്ടുകാരെല്ലാം അറിയിക്കാൻ നിക്കുന്നേ? അത് മമ്മി പറഞ്ഞത് ശരിയാ. എന്നാലും മരണച്ചീസ് കിടക്കുമ്പോഴെങ്കിലും ചേച്ചിക്ക് പറയായിരുന്നു അത് മുക്കൊണ്ടുവരുന്നു. അത് പറയായിരുന്നു. അതിനെ ഇവിടെ മുക്കുകൊണ്ടം മാത്രം ഉള്ളെന്നുള്ളത് ആന്റെ പേട്ടിന് നന്നായിട്ട് അറിയാലോ. പിന്നെ അവന്മാരെ എങ്ങനെ പിടിക്കാൻ പറ്റിയാലേ ഹണി റോസിന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുമ്പോ കഴുത്തിൽ ഒരു മാല ഇല്ലാതെ എങ്ങനെയാന്ന് വിചാരിച്ചു. അപ്പൊ ഇതാണല്ലേ ഹണി ട്രാപ്പ്? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ടൈം ഇല്ലാത്തോണ്ട്. ടൈം ഉണ്ട്. എന്റെ പേട്ടാ എത്ര പെട്ടെന്ന് സ്കൂട്ടാവാനാ കിഷൻജി പറഞ്ഞേക്കുന്നേ? അല്ലെങ്കിൽ പണിപാളവേ. കിഷൻജി അങ്ങനെ പറഞ്ഞു. എന്നാന്നും നോക്കാനില്ല, നമുക്ക് സ്കൂട്ടാവാം. എന്നാ ഞാൻ വണ്ടി മുഴുവൻ കഴിച്ചിട്ട് പോയാ പോലെ.